ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ മയക്കുമരുന്നും തടവുകാരനിൽ നിന്ന് ഹാഷിഷ് ഓയിലും പിടികൂടി. ഇതെന്ത് ജയിൽ അണ്ടർവേൾഡാ? ഒന്നാം ബ്ലോക്കിലെ മനോജ് എന്ന തടവുകാരനിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. 2 ചെറിയ കുപ്പികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു ഹാഷിഷ് ഓയിൽ. ജയിൽ സൂപ്രണ്ട് നൽകിയ പരാതിയിൽ ടൗൺ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത് മുഴക്കുന്ന, വെരി ഗുഡ് മോർണിംഗ്. ചുരുക്കത്തിൽ ജയിലിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു അല്ലേ? ഈ ചെറിയ കുപ്പിയിൽ ഹാഷിഷ് ഓയിൽ, പിന്നെ മറ്റൊരു സാധനം, എന്ത് വേണമെങ്കിലും ഇപ്പൊ ജയിലിൽ കിട്ടുന്ന അവസ്ഥയിലാണ്. പുറത്ത് ജീവിക്കുന്നതിനേക്കാൾ ഇത്തരം മനുഷ്യർക്ക് ജയിലാണ് സുഖവാസ കേന്ദ്രമെന്ന് തോന്നുന്നു അല്ലേ അഭിജിത്ത്? എന്താ സംഭവം? അരുൺ, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെയാണ്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കിട്ടാത്തതായി ഒന്നുമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ആദ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മൊബൈൽ ഫോൺ പിടികൂടുന്നത്, മദ്യക്കുപ്പികൾ പിടികൂടുന്നു, ബീഡി, സിഗരറ്റ് തുടങ്ങിയവയൊക്കെ പിടികൂടുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഹാഷിഷ് ഓയിൽ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒന്നാം ബ്ലോക്കിലെ മനോജ് എന്ന തടവുകാരനിൽ നിന്നാണ് ഇപ്പോൾ 2 കുപ്പി ഹാഷിഷ് ഓയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ജയിൽ അധികൃതരുടെ സാധാരണ നിലയിലുള്ള ഒരു പരിശോധനയായിരുന്നു. ആ പരിശോധനയിൽ ഇയാളുടെ കയ്യിൽ നിന്ന് 2 ചെറിയ കുപ്പികൾ കാണുന്നു. കറുത്ത നിറത്തിലുള്ള കുപ്പികളായിരുന്നു. അപ്പോൾ ഒരു സംശയം ഇവർക്ക് തോന്നി. അങ്ങനെയാണ് ഇവർ ടൗൺ പോലീസിനെ വിവരം അറിയിക്കുന്നത്. ടൗൺ പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഇത് ഹാഷിഷ് ഓയിലാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ ഒരു കുപ്പിയിൽ 19 ഗ്രാമും മറ്റൊരു കുപ്പിയിൽ 4 ഗ്രാമും. ഇങ്ങനെയാണ് പോലീസ് നൽകിയ വിവരമനുസരിച്ച് അവിടെ നിന്ന് ലഭിച്ച ഹാഷിഷ് ഓയിലിന്റെ അളവ്. ഏതായാലും അരുൺകുമാർ, നിലവിലിപ്പോൾ ജയിൽ സൂപ്രണ്ട് നൽകിയ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊരു അന്ത്യമുണ്ടാകുന്നില്ല, ഒരു അറുതി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ജയിലിനകത്തേക്ക് ഈ മയക്കുമരുന്നൊക്കെ എത്തുന്നത് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജയിലിനുള്ളിലേക്ക് ഈ മദ്യക്കുപ്പികളൊക്കെ എറിഞ്ഞു കൊടുക്കുന്നതിനിടയിൽ ഒരാളെ പിടികൂടിയിരുന്നു. അയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഇവിടെ നിരന്തരമായി ഉണ്ടാകുന്നതാണ് എന്ന വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു അന്വേഷണമൊക്കെ നടത്തുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ഇപ്പോഴും ഈ രീതിയിലുള്ള മയക്കുമരുന്ന് ഉപയോഗം അത് ഈ തടവുകാരിൽ ഉണ്ടാകുന്നു, ഇവ കണ്ടെടുക്കുന്നു എന്ന സാഹചര്യം ഗുരുതരമാണ്. ഇത് നിർത്തുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകുമോ എന്ന ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും അരുൺകുമാർ. ഓക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതൊക്കെയാണ് എന്തൊക്കെയല്ലേ ജയിലിനുള്ളില് ഹാഷിഷ് ഓയിലും ഈ പറയുന്ന കഞ്ചാവും ഒക്കെ കിട്ടുന്ന അവസ്ഥയിലേക്കാണ്. അപ്പോൾ ടൗൺ പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട്. അവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല എന്ന മട്ടിലായിരുന്നല്ലോ ഒരു കാലത്ത് ഉണ്ടായിരുന്നത്. ജയിലിൽ ആകെ ഉണ്ടായിരുന്ന ഗോവിന്ദൻ ചാമി പുറത്ത് ചാടി പോവുകയും ചെയ്തു. അവിടെ മീൻസ് ഇതാണ് അവിടുത്തെ അവസ്ഥ. അതെന്തായാലും ശക്തമാക്കുക എന്നുള്ളതാണ്. ജയിൽ പരിപാലന സമിതി എന്ന് പറയുന്നൊരു ജയിൽ സമിതിയുണ്ട്. ആ മേൽനോട്ടമൊക്കെ നിർവഹിക്കുന്നൊരു സമിതിയാണ്. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ സാധനങ്ങളുടെയൊക്കെ വരവ് കുറയ്ക്കും.